മാധ്യമപ്രവർത്തകനായിട്ടുള്ള പി കെ സലാമിനോട് നമ്മൾ വീണ്ടും സംസാരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ CPM ആവർത്തിച്ച് പറയുന്നൊരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയാണ്. വേറെ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് നിരന്തരമായിട്ട് എല്ലാ സ്റ്റേജുകളിലും ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു 6 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും, എല്ലാ കേരളീയനും അറിയാം, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഈ CPM വർഷങ്ങളോളം, ഏറെക്കുറെ ഒരു 39-40 വർഷത്തോളം ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധമുണ്ടായിരുന്നുവെന്ന് ഒരു 6 വയസ്സിന് മുകളിലുള്ള, 6 വയസ്സെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം 2019 തെരഞ്ഞെടുപ്പിലാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ഒരു പരസ്യമായിട്ട് UDF-നെ പിന്തുണയ്ക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത്. അതിനു മുമ്പെല്ലാം 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഏറെക്കുറെ CPM മുന്നണിയെ അല്ലെങ്കിൽ LDF മുന്നണിയെ മാത്രം പിന്തുണച്ച ഒരു അവസ്ഥ നാട്ടുകാർക്കെല്ലാം അറിയാം. എന്നിട്ടും ഇതിങ്ങനെ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് CPM-ൻ്റെ ഒരു ദുഷ്ടലാക്ക് എന്ന് പറയുന്നത്. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് CPM-ന് ബന്ധമുണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. അത് രാഷ്ട്രീയ ചരിത്രം അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അത് വളരെ പരസ്യമായത് മാത്രമല്ല, വളരെ രേഖ ഉള്ളതുമാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ തന്നെ പ്രസംഗങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല എന്ന് ഇന്നലെ കൂടി പറഞ്ഞുകൊണ്ട്, അല്ല ഇന്നും പറഞ്ഞ MV ഗോവിന്ദൻ മാടായിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏരിയ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ഫോട്ടോ അതുവരെ ഇന്ന് പുറത്തുണ്ട്. പക്ഷെ എന്നിട്ടും ഇങ്ങനെ പറയുന്നതിലെ ഒരു കാരണം, ഇവിടെ ഒരു ഇസ്ലാം ഭയം, ഇസ്ലാം പേടി എന്ന് പറയുന്നൊരു സംഗതി. അപ്പോൾ അതിനെ മുതലെടുക്കാൻ കഴിയുമോ എന്നതാണ് ഓരോ നോക്കും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് ആവർത്തിക്കുക. ജമാഅത്തെ ഇസ്ലാമി മാത്രമെന്നല്ല, ജിഹാദി എന്നൊക്കെ, അതായത് സംഘപരിവാർ ഉപയോഗിക്കുന്ന ജിഹാദി തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ദേശാഭിമാനിയിലൊക്കെ വരികയാണ്. CPM നേതാക്കന്മാർ പ്രസംഗിക്കുകയാണ്. അത് ആ തരത്തിലേക്ക് വരിക. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കുക വഴി ഈ BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു വർഗീയ ചിന്തയുള്ള ആൾക്കാരുടെ വോട്ട് തങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുമോ എന്നൊരു പരീക്ഷണമാണ്, അല്ല പ്രതീക്ഷ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തൃക്കാക്കര, അതുപോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം ഇത് പരീക്ഷിച്ചിരുന്നു. അതിൽ 2021 തെരഞ്ഞെടുപ്പിൽ CPM-ന് അനുകൂലമായിട്ടുള്ള ഒരു ഗുണം കിട്ടി എന്ന് വേണം പറയാം. അത് ഇതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും ബാക്കി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലും തൃക്കാക്കരയിലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ജമാഅത്തെ ഇസ്ലാമി ഒരിക്കൽ പോലും, ഈ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചരണം CPM-ന് ഗുണകരമായിട്ടില്ല എന്ന് തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യം ഒരു ബോധമുണ്ട് എന്നതാണ്. പക്ഷെ അപ്പോഴും CPM ഒരു പ്രതീക്ഷ പുലർത്തുന്നുണ്ട് എന്നതാണ്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഒരു ഘടകമല്ല കേരളത്തിലെ വോട്ടിങ്ങിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. ജനങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ട് എന്നുള്ളൊരു ഓർമ്മക്കുറവുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ ആൾക്കാർ? കാരണം സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് 2006 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ 2007 പിണറായി വിജയൻ നേരിട്ട് പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി, PDP, കാന്തപുരം വിഭാഗം സുന്നി ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. അതിൽ എന്തിനാണ് UDF ഇത്ര വിധികൊള്ളുന്നത്, എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്ന രീതിയിൽ പിണറായി വിജയൻ വിഷലൊക്കെ ഉണ്ട്. ഇപ്പോൾ അതല്ലേ പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ മീറ്റിങ്ങിൽ മാടായിലെ ഏരിയ സമ്മേളനത്തിൽ പോയി MV ഗോവിന്ദൻ പ്രസംഗിക്കുന്ന ഫോട്ടോ ഉണ്ടായിട്ടും, അതേപോലെ പാലോളി കമ്മിറ്റിയിൽ, അതുപോലെ KN പണിക്കർ കമ്മിറ്റിയിൽ ഒക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാതിനിധ്യം രേഖയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വടകരയിലുള്ള
ലതിക ടീച്ചർ, അതെ 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 ടീച്ചറിനല്ല അവര്, അതെ 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 അവര് പിന്നെ നമ്മുടെ അതെ, വെൽഫെയർ പാർട്ടിന്റെ പ്രചരണ യോഗത്തിൽ സംസാരിക്കുന്നു. അതെ, കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പ് 2015 തെരഞ്ഞെടുപ്പിൽ ഈ ജമാഅത്ത് പ്രതിനിധിയായി മത്സരിച്ച അതേ വനിത ഈ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരെ പോയി ജിഹാദി എന്ന് വിളിക്കുന്ന, മതരാഷ്ട്രവാദി എന്ന് വിളിക്കുന്ന ലതിക ഇതേ ആൾക്ക് വേണ്ടി മുമ്പ് പ്രസംഗിച്ചതാണ് എന്ന് സോഷ്യൽ മീഡിയ അപ്പൊ എടുത്ത് കാണിക്കല്ലേ. അല്ല, ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാല് ഈ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് വഴങ്ങി എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം 1941 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നു. പിന്നെ 47 ഇന്ത്യ സ്വതന്ത്രമാവുന്നു. 48 മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നു. അപ്പം അന്ന് മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ ജനാധിപത്യ മാർഗത്തിൽ വളരെ സജീവമാണ് മുസ്ലിം ലീഗുള്ള സ്ഥലത്ത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി അന്ന് മുതൽ 1977 വരെ വോട്ടെടുപ്പിൽ പോലും പങ്കെടുത്തിട്ടില്ല. അപ്പം അന്നൊക്കെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ കുറച്ച് കാരണങ്ങളുണ്ടല്ലോ. അപ്പം ജനാധിപത്യം, മതേതരത്വം, ഇതെല്ലാം പിന്നെ എന്താണ് പൈശാചികമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർ വോട്ട് ചെയ്യുന്നു. പിന്നെ കൂടുതലും CPM മുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യുന്നു. പിന്നെ വ്യക്തികൾക്ക് നോട്ടിയപ്പോൾ ഒരു പരിണാമം അവരുടെ. പിന്നെ 2011 അവര് ഏപ്രിലിൽ അവര് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കുന്നു, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ ഭരണഘടന പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഈ സ്ഥാനാർത്ഥി പത്രിക കൊടുക്കുന്നു, ലോക്സഭയിൽ മത്സരിക്കുന്നു, നിയമസഭയിൽ മത്സരിക്കുന്നു. ഇങ്ങനെയൊക്കെ മത്സരിക്കുന്ന ഒരു പാർട്ടി ആദ്യം, അതായത് അവരുടെ ഒരു പരിണാമ ഘട്ടമുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് മുസ്ലിം ലീഗിനെതിരായിട്ട് ഉന്നയിച്ച പല ആരോപണങ്ങളും സ്വയം അവര് മുസ്ലിം ലീഗിന്റെ ആ നിലപാടിലേക്ക് വരില്ല ശരിക്കും ചെയ്തത്. അത് വളരെ ശരിയായ ഒരു സംഗതിയാണ്. അതായത് സ്വാതന്ത്ര്യാനന്തരം മുസ്ലിങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ 3 വഴികൾ ആണ് കാട്ടുന്നത്. ഒന്ന്, കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു വഴി എന്ന് വെച്ചാൽ സെക്കുലറായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ അണിചേർന്ന് എല്ലാ വിഭാഗം ആളുകളുടെ കൂടെയും പൊതുവായ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കെടുക്കുക. രണ്ടാമത്, മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് അത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മാർഗം തന്നെ. അതേസമയം തന്നെ ന്യൂനപക്ഷങ്ങളായതുകൊണ്ട് അവർ സ്വയം സംഘടിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ കൂടി മുന്നിൽ വെച്ച് വേണം ഈ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രക്രിയയിൽ അണിചേരാൻ എന്ന് പറയുന്ന ഒരു, അത് ഇസ്ലാമിനെതിരല്ല അങ്ങനെ അവർ കൃത്യമായി പറഞ്ഞു. മൂന്നാമത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നത് ജമാഅത്ത്, വളരെ ചെറുതായിരുന്നെങ്കിലും ആശയതലത്തിൽ അതുണ്ടായിരുന്നു. ഒരു എന്ന് പറയുന്നത് ഈ നിലവിലുള്ള ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ വ്യവസ്ഥ അത് ഇസ്ലാമിന് യോജിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ആ വ്യവസ്ഥയ്ക്ക് അടിപ്പെടുകയോ ആ വ്യവസ്ഥയെ സഹായിക്കുകയോ ചെയ്യുന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നൊരു സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടായത്. ഇതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാലും ഇത് നമുക്ക് കാണാൻ കഴിയും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇപ്പം നമ്മളിവിടെ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെവിടെയും ഈ ജനാധിപത്യ മതേതര പാതയിൽ നിൽക്കുന്നില്ലല്ലോ, ലോകത്തെവിടെയില്ലല്ലോ. അപ്പൊ ഇവിടെ ഇതും ഈ ഒരു സാഹചര്യം അടുത്ത കാലത്തായിട്ട് അവർക്കും വന്നിട്ടുണ്ട്. അല്ല, ആ ഒരു മാറ്റം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം വന്നപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് സായുധ വിപ്ലവത്തിന് ഇറങ്ങിയ വിഭാഗം ആളുകൾ ആയിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. അവരും ഇതേപോലെ പരിണമിച്ച് ഇപ്പം എന്ത് കാണുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ എന്താ പറയുക, അതിൻ്റെ ഒരു അവകാശികളായി, അതിൻ്റെ ഒരു ആൾക്കാരായി നിൽക്കുന്നു. അതേപോലെ വേണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പരിണാമത്തെയും സത്യത്തിൽ അതൊരു നല്ല ശരിയായ ഒരു വഴി എന്ന് വേണം കാണാനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവർ 1977 വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അതുവരെ വോട്ട് ചെയ്യാതിരുന്നതിന് എന്താണോ കാരണം പറഞ്ഞത്,
ഈ വ്യവസ്ഥയാണ്. പക്ഷേ ഈ വ്യവസ്ഥക്കകത്ത് വോട്ടൊരു ആയുധമാണ്, നമ്മളത് ഉപയോഗിക്കണം എന്ന തീരുമാനത്തിലേക്ക് അതൊരു ആദ്യത്തെ ഒരു വ്യതിചലനമായിരുന്നു, ഒരു മാറ്റമായിരുന്നു. അപ്പോൾ CPM-മാർക്ക് വേണമെങ്കിൽ കഴിഞ്ഞ കാലത്തുള്ള 1950-കളിലെ പ്രബോധനം, 60-കളിലെ പ്രബോധനം, 70-ലെ പ്രബോധനമൊക്കെ മറിച്ച് നോക്കിയാൽ കാണാം. അതെ അതെ അതിൽ മുസ്ലിം ലീഗിന് എതിരായിട്ട് അവർ പറയുന്ന കാരണങ്ങൾ ഇതൊക്കെ ആയിരുന്നു. നിങ്ങൾ മതേതരത്വം അംഗീകരിക്കുന്നു, അതെ സോഷ്യലിസം അംഗീകരിക്കുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം മുസ്ലിം ലീഗിന് എതിരെ പറഞ്ഞ കാരണങ്ങൾ അവർ സ്വയം പിന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ആ വഴിയിലേക്ക് വരിക. അതാണ് ഇപ്പോൾ അവര് ഒരു ഘട്ടത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ ആ ഒരു പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കുറച്ചു സമയം ഇങ്ങനെ മൂല്യം നോക്കി, അത് സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്യുക എന്നത്, അവരുടെ സ്വഭാവം നോക്കി, അത് മുന്നണിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നയമല്ല കാര്യം, വ്യക്തിയുടെ വിശുദ്ധിയാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ ഒരു സത്യം പറഞ്ഞ ഒരു മണ്ടൻ ഒരു നിലപാടാണിത്. ആ ഒരു നിലപാട് എടുത്തിട്ട് എല്ലാ മുന്നണിയിലുള്ള ആളുകൾക്കും വോട്ട് ചെയ്യുക എന്നൊക്കെയുള്ള. അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവര് സ്വകാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് നിയമം നിർമ്മിക്കുന്ന ഒരു അതെ 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 അത് ബോഡിയല്ലല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥികളായി അവരുടെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ അവർക്ക് അല്പം സ്വാധീനമുള്ള വാർഡുകളിൽ അവർ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി. അപ്പോൾ അതിന് അവർ കണ്ടെത്തിയ ഒരു വിശദീകരണം കൊടുത്തത് എന്താ വെച്ചാൽ, പഞ്ചായത്തിൽ എന്തില്ല, നിയമനിർമ്മാണ അധികാരമില്ല. കാരണം നിയമം നിർമ്മിക്കുന്ന അധികാരം നിയമസഭയിലുണ്ട്, പാർലമെന്റിലുണ്ട്. അപ്പോൾ അവിടെ നിയമം നിർമ്മിക്കുന്നതിൻ്റെ അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പഞ്ചായത്തിലാവട്ടെ നിയമം നിർമ്മിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ അതിൽ പങ്കെടുക്കുന്നു എന്നൊരു വിശദീകരണം ജമാഅത്തുകാർ. ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ CPM-ന്റെ കൂടെ നിന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ ജനാധിപത്യ പ്രക്രിയയിലേക്ക് വളരെ പരസ്യമായിട്ട് ഇറങ്ങാത്ത ഒരു പാർട്ടിയായിരുന്നു CPM-ന്റെ കൂടെ ഉണ്ടായിരുന്നു. അതെ 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 അതെ. ഇപ്പം എന്ന് പറയുന്നത് 2011 ശേഷം അവർ സ്വന്തം പാർട്ടി ഉണ്ടാക്കി, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തു. അതെ, അങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള വ്യവസ്ഥ എന്താണോ, ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന, അതുപോലെ നിയമനിർമ്മാണ അധികാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഭരണഘടന പറയുന്ന എല്ലാ കാര്യം അംഗീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവർ പ്രവർത്തിക്കുകയാണ്. അതാണ് വന്നിട്ടുള്ള ഒരു ഈ പരിണാമം എന്ന് പറയുന്നത്. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പരിധി വരെ പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്താണോ മുന്നോട്ട് വെച്ചത് എന്നത് ഒരുപക്ഷെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചതും ആവാം. കാരണം നിലവിലുള്ള ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് അല്ല, കോൺഗ്രസ് പിന്നെ അങ്ങനെ മതപരമായ ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്ന കക്ഷിയല്ലല്ലോ. ഇല്ല, ലീഗിനെതിരായിട്ട് അത് ലീഗിനെതിരെ പറഞ്ഞിരുന്നു, മതപരമായി ശരിയല്ല എന്നുള്ളൊരു സാധനം പറഞ്ഞു. അതെ അതെ, മതപരമായ ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം ഇപ്പൊ എന്നിട്ടും CPM പറയുന്നത് മുസ്ലിം ലീഗ് ജമാഅത്തിന് വഴങ്ങി എന്നാണ് വളരെ CPM പറയുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ ആശയം ജമാഅത്ത് സ്വീകരിക്കുകയാണ് ചെയ്തത്. ജമാഅത്ത് ആ വഴിയിലേക്ക് വരികയാണല്ലോ ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഭയങ്കര സൈദ്ധാന്തികന്മാരൊക്കെ ആണല്ലോ. അവർക്ക് ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണോ? അത് യഥാർത്ഥത്തിൽ മനസ്സിലാകാത്തതുകൊണ്ടല്ലോ. ഇപ്പൊ ഇതിന് ഞാൻ പറഞ്ഞില്ലേ അതായത് ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ല. CPM എന്ന് പറയുന്ന പാർട്ടി ഈ കാര്യങ്ങളൊന്നും കാണുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു മെറിറ്റിലല്ല. അവർ എന്താണ്, സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് വലിയ ഒരു സ്റ്റെപ്പ് എടുത്തതായിട്ട് പറഞ്ഞു. നവോത്ഥാനം, വനിതാ മതിൽ എന്നൊക്കെ എടുത്തുള്ള വലിയ പറഞ്ഞു. പ്രസ്ഥാനത്തിന്റെ ചെയർമാനാണല്ലോ വെള്ളാപ്പള്ളി. അതെ, വെള്ളാപ്പള്ളി നടൻ. അപ്പൊ ആ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞു പിണറായി വിജയൻ തന്നെ എല്ലാ ജില്ലയിലും വലിയ റാലികൾ നടത്തി. നവോത്ഥാന മതിൽ ഒക്കെ ഉണ്ടായി, നവോത്ഥാന സമിതി എന്നൊക്കെ, രണ്ടാം നവോത്ഥാന നായകൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തെ പറ്റി വാഴ്ത്തി. പക്ഷെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അതെന്നെ മൊത്തം അടുക്കി എടുത്തു വെച്ച് വീടുകൾ തോറും പോയി, ഞങ്ങൾ ചെയ്തതിൽ സമസ്താപരാധങ്ങളും പൊറുക്കണമേ, ഞങ്ങൾ ശബരിമല കാര്യത്തിൽ ഒരാളെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കണം, ഞങ്ങൾ ഇതെല്ലാം സുപ്രീം കോടതി എന്തോ പറഞ്ഞു.
ഇപ്പോഴും സുപ്രീം കോടതി വിധി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കിടക്കുന്നുണ്ട്. എന്നിട്ടും സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന ആവശ്യമില്ല. ഇപ്പം എല്ലാം കഴിഞ്ഞ് ഒരു സെക്കുലർ സർക്കാർ എന്ത് ചെയ്യാണ്, ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് വരെ അതെത്തി. പക്ഷെ ഇപ്പോ മൊത്തം അല്ല, പൊളിഞ്ഞെടുക്കുകയാണ്. അതില് പിന്നെ ആശംസ വായിച്ചത് യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് അതൊക്കെ ഒരു സിംബോളിക്കായ സംഗതി തന്നെയാണത്. കാരണം യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. എന്നിട്ട് ആ കിട്ടിയ സന്ദേശം വളരെ ആവേശത്തോടു കൂടി വായിച്ച് കേൾപ്പിക്കാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഉദ്ഘാടനം അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു, തീർച്ചയായിട്ടും കൊടുക്കും. അദ്ദേഹം വന്നാൽ കൊടുക്കേണ്ടി വരുമല്ലോ, അത് കൊടുക്കില്ല. അപ്പൊ ഒരു സർക്കാർ, ഇതും വേറെ ഏതെങ്കിലും കാലഘട്ടത്തിൽ വേറെ ഏതെങ്കിലും ഒരു മന്ത്രിസഭയായിരുന്നു ഇത്തരമൊരു സംഗതി ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ഒരു മതേതരത്വത്തിന്റെ ഒരു വലിയ തകർച്ചയായിട്ട് അത് കൊണ്ടാടപ്പെടുമായിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് CPM ഒരു ഹിന്ദു സാമുദായിക സംഘടനയുടെ നിലവാരത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം. കാരണം വെച്ചാൽ ഇപ്പം അയ്യപ്പ സംഗമം നടക്കുന്നു, യോഗി ആദിത്യനാഥിനെ ക്ഷണിക്കുന്നു, അതുപോലുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാലോ. അപ്പം വളരെ വിചിത്രമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് യഥാർത്ഥത്തിൽ ഇത് ആത്മാർത്ഥതയുള്ള ഒരു സമീപനമല്ല. ഇവരിപ്പോൾ എന്ത് കാട്ടിയാലും അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇത് ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനമല്ല. കാലാകാലങ്ങളിൽ എങ്ങനെ വോട്ട്, സത്യം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞ സമയത്ത് കൈരളി TV നമ്മൾ കാണുന്നത് എന്താണ്? മാഷാ അല്ലാ സ്റ്റിക്കറും അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മുസ്ലിം മതമൗലികവാദികളാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും മുസ്ലിം തീവ്രവാദം കേരളത്തിൽ ഉണ്ടാക്കുന്ന ഭീഷണിയെക്കുറിച്ചുള്ള ചർച്ച കൈരളിയിൽ നടക്കുകയാണ്. തലശ്ശേരിയിലെ ഫസൽ വധക്കേസിൽ അത് ഫസൽ എന്ന് പറയുന്ന ഒരാളെ വധിക്കുക മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്തം പോപ്പുലർ ഫ്രണ്ടിൻ്റെ മേലേക്കിട്ട്, അല്ല RSSന്റെ മേലേക്കിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരനെ വധിക്കുക, എന്നിട്ട് RSSകാരൻ്റെ മേലേക്കിടുക. കാഫിർ സ്ക്രീൻഷോട്ട് ഒരു വലിയ ഉദാഹരണം. ഇപ്പോഴും ഈ പോലീസ് ഇതുവരെ ആ കേസ് പൂർത്തിയാക്കിയിട്ടില്ല. കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട സാഹചര്യമാണ്. കാഫിർ സ്ക്രീൻഷോട്ട് മാത്രമല്ല, KM ഷാജിക്കെതിരായ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നല്ലോ അന്ന്. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് പിടിക്കപ്പെടാൻ എന്താണ് കാരണം? അത് ഈ സോഷ്യൽ മീഡിയയിലെ സാധനമാണ്. സോഷ്യൽ മീഡിയയിലെ സാധനമാകുമ്പോൾ ഇവിടുന്നും നമുക്ക് അതിന് വേര് കണ്ടെത്താൻ സാധിക്കും. അന്ന് ഒരു സാധാരണ നോട്ടീസാണ് ഇറക്കിയത്, ആ നോട്ടീസ് ശ്രദ്ധിച്ചില്ല. ഒരു ഉദ്യോഗസ്ഥൻ അതിന് ഒരു കേസെടുത്ത് അവിടെ വെച്ചു. പിന്നെയാണല്ലോ ആ സംഗതി വരുന്നത്. അതിനകത്തുള്ള വാചകവും ഈ കാഫിർ സ്ക്രീൻഷോട്ടിൽ ഉപയോഗിച്ച വാചകവും ഒന്നാണ്, ഏറെക്കുറെ ഒന്നാണ്. ഒരേ തലച്ചോറിൽ നിന്ന് വന്ന കാര്യമാണ് അത്. ആ സ്ക്രീൻഷോട്ട് ഇറക്കുക മാത്രമല്ല, പിറ്റേത്തെ ദിവസം ഒരൊറ്റ ദിവസം CPMന്റെ എല്ലാ പ്രചാരകരും ഒറ്റ ശബ്ദത്തിൽ അത് ആവർത്തിക്കുകയാണ്. അതിപ്പം അവർക്ക് അങ്ങനെയൊരു സംവിധാനമുണ്ട്. ഇപ്പോഴും ഈ TP ചന്ദ്രശേഖരനെ കൊന്നത് CPMകാരല്ല എന്ന് വിശ്വസിക്കുന്ന CPMകാരുണ്ട്. കാരണം അത് അവരിൽ ഭയങ്കരമായിട്ട് ഈ ഒരു പാർട്ടി ജിഹകളെയും ഒക്കെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ട് പിന്നെ UDFന്റെ കൂടെ നിൽക്കുകയാണ്, പിന്നെ ഒരു കാലത്തും CPMന്റെ കൂടെ എന്നൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നുന്നു. കുറച്ചൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ കേരളത്തിൽ ഉണ്ടാവുമോ? CPM അവരെ പഠിപ്പിച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാം, അത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കണം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ സാമുദായികമായ അത് EMSന്റെ കാലം മുതൽ അത് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ളത് ബൂർഷ്വാ കോടതിയാണ്, ഇവിടെ ഉള്ളത് ബൂർഷ്വാ പത്രമാണ്, ഇവിടെ ഉള്ളത് ബൂർഷ്വാ പാർട്ടികളാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ പറയണമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. കോടതി വിധി വന്നാൽ നമുക്ക് ബാധകമല്ല, പത്രങ്ങളിൽ വരുന്നത് നമുക്ക് ബാധകമല്ല, പാർട്ടികൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ബാധകമല്ല. കാരണം എന്താണ്, ഇതൊക്കെ നമുക്ക് എതിരായ ഒരു സംഗതിയാണ് എന്ന് ഒരു ബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞൊരു സംഗതി ഉണ്ട്. അയാൾ കേരള തൊഗാഡിയയാണ്, അയാൾ RSSന്റെ ഏജന്റാണ്
എന്ന് പറഞ്ഞിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അതേ ആളെ പറ്റി ഇതേ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് 1-ാം നമ്പറിൽ കാറിൽ അയാളെ കയറ്റിക്കൊണ്ടുപോകുന്ന. അപ്പോൾ ഇതെല്ലാം നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ടും ഈ തരത്തിൽ പ്രവർത്തിക്കാൻ ഓർക്കൊരു മടിയില്ല, CPM-ന് മടിയില്ല എന്ന് മാത്രമല്ല CPM അണികൾ ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല. അത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ചില കളികളാണ് എന്നതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ എന്താണ് ഒരു സാമൂഹ്യ അവസ്ഥയെ വലിയ തോതിൽ പരിക്കേൽപ്പിക്കുന്നത്. അപ്പം ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതായത് മലപ്പുറം ജില്ലയിലെ അവസ്ഥയെക്കുറിച്ച് പിണറായി വിജയൻ ഡൽഹിയിൽ നിന്ന് ഹിന്ദുവിലൊരു അഭിമുഖം വന്നു. ആ ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിൽ ചില പരാമർശങ്ങൾ, മലപ്പുറത്തിനെതിരായ ഒരു പരാമർശം തൻ്റേതല്ല എന്ന് വന്നതിന് ശേഷം വിമർശനം വന്നപ്പോൾ പിണറായി വിജയൻ അത് നിഷേധിക്കുകയുണ്ടായി. ഹിന്ദു അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു. പക്ഷെ ഹിന്ദു കൊടുത്ത ക്ലാരിഫിക്കേഷൻ എന്തായിരുന്നു? അത് ഒരു ഏജൻസി നൽകിയതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എത്രമാത്രം അപകടകരമായൊരു സംഗതിയാണത്. നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ വാക്കുകളായി ഒരു ഏജൻസി ഈ നാട്ടിലെ മനുഷ്യന്മാരെ അപകീർത്തിപ്പെടുത്തും വിധം, അവരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വാക്യം അതിൽ കൂട്ടിച്ചേർത്തു. വലിയൊരു അപരാധമല്ല ചെയ്തത്. അത് മാത്രം മറ്റൊരു കാര്യം കൂടി നോക്കണം. എപ്പോഴും ഇവർ പറയുന്നത് മലപ്പുറം ലീഗിന്റെ കുത്തകയല്ല, അട്ടിപ്പേർ അവകാശമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ അതേ ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കാം. പറഞ്ഞു വരുന്ന ഒരു പ്രധാന ഈ അപരാധം ചെയ്തത് ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണ്ടേ? ആ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? അതാരാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ? ആരാണ് ഈ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ നാട്ടിലെ മനുഷ്യന്മാർക്കെതിരായി വർഗീയമായി വിദ്വേഷപരമായി അപമാനിക്കുന്ന രീതിയിൽ ഈ മുഖ്യമന്ത്രിൻ്റെ വായിലേക്ക് ഇത് തിരികെ കൊടുത്ത കശ്മലൻ ആരാണ് എന്നൊരു ചോദ്യം ഉയരണ്ടേ? അതാരാണ് എന്ന് ഈ നാട്ടിലെ മനുഷ്യന്മാരോട് ചൂണ്ടിക്കാണിക്കുകയും അയാൾക്കെതിരെ കർശനമായ നിയമം ഉപയോഗിച്ച് അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും കേസെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമല്ലേ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഏതായാലും നമുക്ക് അടുത്ത ജമാഅത്തെ ഇസ്ലാമി LDF സഖ്യത്തിന് വേണ്ടി കാത്തിരിക്കാം. കാരണം ആ സഖ്യം വന്നാൽ പിന്നെ ഉൾട്ട. അത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എത്രയും പെട്ടെന്ന് LDF-മായി സഹകരിക്കണം എന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. ഇവരുടെ ഒരു ന്യായീകരണം അതിനുവേണ്ടി, അടുത്ത ന്യായീകരണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം ആ സമയത്ത് ഇതേ സഖാക്കള് ജമാഅത്തെ ഇസ്ലാമിക്ക് ന്യായീകരിക്കുന്നതും അവർക്ക് വേണ്ടി ഇത് ചമക്കുന്നതും എന്താ പറയാ ആഗോള സാഹചര്യത്തെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു എന്നൊരു കാര്യം എത്രയും പെട്ടെന്ന് അത് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു.